നാട്ടുവിശേഷം വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ തൃശൂർ ചെറുതുരുത്തി പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ 4 പേർ ഒഴുക്കിൽപ്പെട്ടു. ശ്മശാനം കടവിലിറങ്ങിയ ഒരു കുടുംബത്തിലെ 4 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാളെ രക്ഷപ്പെടുത്തി, മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ്. ചെറുതുരുത്തി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. കെ അഖിലുണ്ട് വിവരങ്ങൾ നൽകാനായി. അഖില്, ഈ അപകടം സംഭവിക്കുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ് സംഭവിച്ചത്? ഈ രക്ഷപ്പെട്ട ആളുടെ നില ഇപ്പോൾ എങ്ങനെയുണ്ട്? അജയ് കുഞ്ഞുമോൻ, വൈകുന്നേരം അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ ചെറുതുരുത്തി സ്വദേശികളാണ് ഇവരുടെ കുടുംബമായി, അതായത് ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഒരു സംഘം ഈ ശ്മശാനക്കടവിൽ ഭാരതപ്പുഴ കാണാനായി എത്തിയതാണ്. ഇതിൽ ഒരു കുടുംബത്തിൽ 4 പേരാണ്. അതിൽ അകപ്പെട്ടിരിക്കുന്നത് കബീർ, ചെറുതുരുത്തി സ്വദേശിയാണ്. കബീറിന്റെ ഭാര്യ റൈഹാനത്തൊപ്പം ഇവരുടെ മകളായ 10 വയസ്സുകാരി സെറ, കബീറിന്റെ സഹോദരിയുടെ മകൻ 12 വയസ്സുകാരൻ സനു എന്ന് വിളിക്കുന്ന ഹയാൻ. ഈ 4 പേരാണ് നിലവിൽ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത്. അതിൽ റൈഹാനത്തിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ സനുവിനും അതുപോലെ തന്നെ സെറയ്ക്കും കബീറിനുമായുള്ള തിരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത്. എന്താണ് സംഭവിച്ചെന്ന് കൃത്യമായി വ്യക്തത വന്നിട്ടില്ല. മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ കുട്ടികൾ ആരെങ്കിലും ഒഴുക്കിൽപ്പെട്ടപ്പോൾ കബീർ രക്ഷിക്കാൻ ഇറങ്ങിയതാവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും റൈഹാനത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. റൈഹാൻ രക്ഷിച്ചത്. മറ്റു 3 പേർക്കുമായുള്ള തിരച്ചിൽ നാട്ടുകാരും അതുപോലെ തന്നെ ഷൊർണൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗരും അടക്കമുള്ള ആളുകൾ തിരച്ചിൽ നടത്തുകയാണ്. ഈ ശ്മശാന കടവ് ഈ ഭാഗത്ത് കുറച്ച് ഭാരതപ്പുഴയ്ക്ക് കുറച്ച് മറ്റ് ആഴം കൂടുതലുള്ള ഒരു പ്രദേശമാണ്. അവിടെ പുഴയ്ക്ക് ആഴം കൂടുതലുമുണ്ട്. ഒരുപക്ഷെ അത് ഇവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ ചെറുതുരുത്തിക്കാർ തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷേ ചെറുതുരുത്തിയുള്ളവരാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത് പുഴ കാണാൻ എത്തിയതാണ് എന്നാണ് മനസ്സിലാക്കുന്ന. സമയത്ത് ഇവർ പുഴയിലേക്ക് ഇറങ്ങുകയോ കുളിക്കാനായി ഇറങ്ങുകയോ മറ്റോ ചെയ്ത് കാണും. അത്തരത്തിലാണ് അപകടത്തിൽ പെട്ടത് എന്ന് എന്തായാലും അറിയുന്നു. ഇവർക്കായുള്ള തിരച്ചിൽ, അതായത് 3 പേർക്കായിട്ടുള്ള കബീറിന്റെ മകൾ സെറയ്ക്കും സഹോദരിയുടെ മകൻ അയാനുമായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്.